ജോലിയൊക്കെ രാജിവെച്ചിട്ടുള്ള എൻ്റെ ഫ്രീ ഡേ ആണ്. രാവിലെ 8 മണി 11 മണിയായി. അവരോട് ചോദിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കാൻ പോകാം. വെയിലുണ്ട് പക്ഷേ വലിയ പ്രശ്നം. മാടാ വെയിൽ. നമ്മുടെ സ്വന്തം ദോശക്കടയിൽ പോയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളതിന് ദോശക്കട മാത്രം വിളിക്കുന്നത്. നമ്മളുടെ മസാല ദോശ വന്നു. അങ്ങനെ ദോശ കഴിച്ചു കഴിഞ്ഞു. കടയിൽ ഇരുന്നപ്പോൾ ഞാൻ ഒരു നിമിഷം ഞെട്ടി. പേഴ്സെടുത്തില്ലേ, കെട്ടിയുടെ കൂടെ ആടിപ്പാടി ഇറങ്ങി ഇറങ്ങി ശീലമായിപ്പോയി. ആദ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത കടയിലോട്ട് പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്കിവിടെ മീനൊക്കെ കിട്ടുന്നുള്ള പടക്കുന്നില്ല. അത്യാവശ്യം നല്ല ചൂട ഞണ്ട് നോക്ക്. ഇതെന്താ? ഇത് വലിയ മത്തിയാണ്, ഒമാൻ മത്തി. മറ്റേത് കുഞ്ഞു മത്തി. ഇത് വേറെ ഇതൊന്നും എനിക്ക് പേരറിയില്ല. എന്താണ് അറിയില്ല. അയ്യോ വലിയ മത്തി. പക്ഷെ മത്തി വലിയ മീൻ. ഇതെന്തോ എനിക്കറിയില്ല. ഇത് നമ്മുടെ നാട്ടിലെ കിളിമീനാണ്. ഇവിടെ ഇതിന്റെ പേര് സുൽത്താൻ. ഇവിടുത്തെ സുൽത്താനാണ്. ഇത് സാൽമൺ പൊളിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തൊക്കെയോ ബറക്കൂട, അറേബ്യൻ സീബ്രീൻ ആണെന്ന് തോന്നുന്നു. സീ ബാസ് അറിഞ്ഞൂടാ. ഇതെന്തോ ഇത് തിലാപ്പിയ. എന്തൊരു എന്താണ് ഡോൾഫിൻ്റെ കുഞ്ഞാ. ഇത് ഷാർക്കാണ് കേട്ടോ, ഷാർക്ക്. നാട്ടിലേക്ക് പച്ചക്കപ്പടം മേടിച്ചാലോ. ഇവിടുത്തെ അറബിക് സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്. നെക്സ്റ്റ് ഉണ്ടോ ഇന്ന് പതിവില്ലാതെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നത്. ഞാൻ വിചാരിച്ചു സൗന്ദര്യം കൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ വരാൻ വഴിയിലെല്ലാം ആലോചിച്ചിട്ടാണ് മനസ്സിലായത് ഈ സാധനം ഇവിടെ കിടന്ന് കത്തുന്നുണ്ടായിരിക്കും. നോക്കുന്നത് എൻ്റെ മൈക്ക്. അതെന്താണ് അവിടെ കത്തുന്നത് നോക്കുമായിരിക്കും. നല്ല മരല്ലേ, ഹായ്, നല്ല കാര്യം. നടന്ന് വരുന്ന വഴിക്ക് കണ്ടതാണ്. ഇത് കണ്ടാൽ ആരായാലും ഒന്ന് എടുക്കും. യെസ്, അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്താ ഭംഗിയല്ലേ. ഇതിപ്പോൾ ഇവിടെ കളയാനും തോന്നില്ല, എടുക്കാനും വയ്യ. തല ഇവിടെ വെച്ചേക്കാം. ഇവിടെ തന്നെ ഇരുന്നു അരയിൽ ഇതുപോലെ എടുക്കും. എൻ്റെ പരിപാടി രാവിലത്തെ പരിപാടി. ഇത് രാവിലത്തെ മാത്രമാണ്. ഇപ്പം പഴയ പോലെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അത്ര ഇഷ്ടമില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. Bye.